ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. തിരൂർ നഗരസഭ 2024-25 വർഷത്തെ പുതുക്കിയ ബജറ്റും 2025-26 വർഷത്തേക്കുള്ള മതിപ്പ് ബജറ്റും വൈസ് ചെയർമാൻ പി രാമൻകുട്ടി അവതരിപ്പിച്ചു. 15,707 രൂപ ആദവരവും 59,15,64,882 രൂപ ചെലവും 12,84,50,855 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന 2025-26 വർഷത്തെ മതിപ്പ് ബജറ്റും ബഹുമാനപ്പെട്ട കൗൺസിലിന്റെ പരിഗണനയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു. 72,15,707 രൂപ വരവും 59,15,64,852 രൂപ ചെലവും 12,84,50,855 രൂപ നീക്കിയിരിപ്പും കാണിക്കുന്ന മിച്ച ബജറ്റാണ് വൈസ് ചെയർമാൻ അവതരിപ്പിച്ചത്. രാമൻകുട്ടി അവതരിപ്പിക്കുന്ന 10ാമത്തെ ബജറ്റ് എന്ന പ്രത്യേകത കൂടി ഈ ബജറ്റിനുണ്ട്. നഗരത്തിലെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് ഈ ബഡ്ജറ്റിൽ മുൻഗണന നൽകുന്നത്. രാജീവ് ഗാന്ധി സ്റ്റേഡിയം 8 ട്രാക്കുകളാക്കി പ്രകൃതിദത്ത പുല്ലുവെച്ച് നവീകരിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലാക്കും. ഗസ്റ്റ് റൂം, ഡ്രസ്സിംഗ് റൂം, ടോയ്ലറ്റ് ബ്ലോക്കുകൾ അടക്കമുള്ള പവലിയൻ നിർമ്മിക്കും. ഇതിനായി നഗരസഭാ വികസന ഫണ്ടിൽ നിന്നും 1.25 കോടിയും കുറുക്കോളി മൊയ്തീൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2 കോടിയും ചെലവഴിക്കും. ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം അടുത്ത മാസം നടത്തും. നഗരത്തിൽ പാർക്കിംഗ് പ്ലാസകൾ നിർമ്മിക്കും. ഇതിനായി 1 കോടി കണ്ടെത്തും. ബസ് സ്റ്റാൻഡ്, നിലവിലെ പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ ബസ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും നിർമ്മിക്കും. ഇതിനായി 1 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. എല്ലാ അംഗൻവാടികൾക്കും AC സൗകര്യം നൽകും. വാഗൺ ട്രാജഡി മ്യൂസിയം യാഥാർത്ഥ്യമാക്കും. പുഴയോര സൗഹൃദ ഇടങ്ങൾ സ്ഥാപിക്കും. പുതിയ മത്സ്യ മൊത്ത വ്യാപാര കേന്ദ്രം തുറക്കും. നഗരത്തിൽ നിശാ മാർക്കറ്റ് ആരംഭിക്കും. ഫോറിൻ മാർക്കറ്റ്, ബസ് സ്റ്റാൻഡ് പരിസരം എന്നിവ ഇതിനായി ഉപയോഗപ്പെടുത്തും. അല്ലാമ മുഹമ്മദ് ഇക്ബാൽ സ്മാരക മുനിസിപ്പൽ ലൈബ്രറി ലൈബ്രറി സംവിധാനത്തിലാക്കും. BPL കുടുംബങ്ങൾക്ക് മുഴുവൻ സൗജന്യ കുടിവെള്ള കണക്ഷൻ നൽകും. അർഹരായ മുഴുവൻ ഭവനരഹിതർക്കും വീട് നിർമ്മാണ ധനസഹായം നൽകും. പരിരക്ഷാ പദ്ധതിയിൽ മൃതദേഹങ്ങൾ സൂക്ഷിക്കുന്നതിനായി ഫ്രീസർ സൗകര്യം ഏർപ്പെടുത്തും. വയോജനങ്ങൾക്ക് പോഷകാഹാര കിറ്റ് നൽകാനും പദ്ധതിയുണ്ട്. പച്ചക്കറി കൃഷി വ്യാപകമാക്കുന്നതിനായി തൊഴിലുറപ്പ് പദ്ധതിയുമായി സംയോജിപ്പിച്ച് പുതിയ പദ്ധതികൾ നടപ്പിലാക്കും. ഇങ്ങനെ ഒട്ടേറെ നൂതന പദ്ധതി നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളത്. യോഗത്തിൽ ചെയർപേഴ്സൺ AP നസീമ അധ്യക്ഷത വഹിച്ചു. ഒരു പ്രദേശത്തിന്റെ വികസനം എന്നത് കേവലം നിർമ്മാണ പ്രവർത്തനങ്ങളിലൂന്നി മാത്രമല്ല, നഗരവാസികളുടെ വിവിധ വിഭാഗങ്ങളുടെ ഉന്നമനം കൂടിയാവണം എന്ന തത്വം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നിർദ്ദേശങ്ങളും ഈ ബജറ്റിലുണ്ട്. അതായത് സമഗ്ര വികസനമാണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്. ഈ ഭരണസമിതിയുടെ 5ാമത്തെയും അവസാനത്തേതുമായ ബജറ്റ് എന്ന നിലയിൽ കഴിഞ്ഞ 4 ബജറ്റുകളിലും വിഭാവനം ചെയ്ത ഒട്ടേറെ വികസന പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യം കൂടി ഇവിടെ രേഖപ്പെടുത്തട്ടെ. ഒരിക്കലും നടക്കില്ല എന്ന് മുദ്രകുത്തി മാറ്റിവെച്ച പദ്ധതികൾ നടപ്പിലാക്കിയ ഒരു ഭരണസമിതിയാണിത് എന്നതിലും അഭിമാനമുണ്ട്. വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ സഹകരിച്ച ഒട്ടേറെ വ്യക്തികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. ബജറ്റ് തയ്യാറാക്കുന്നതിന് നേതൃത്വം വഹിച്ച വൈസ് ചെയർമാൻ, കൂടെ നിന്ന ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് മരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ KK സലാം മാസ്റ്റർ ബജറ്റിനെ പിന്താങ്ങി. കൂടുതൽ ചർച്ചയ്ക്കായി വ്യാഴാഴ്ച വീണ്ടും കൗൺസിൽ യോഗം ചേരും. ഈ കൗൺസിലിന്റെ അവസാന ബജറ്റാണിത്. ബജറ്റ് പ്രസംഗത്തിൽ വൈസ് ചെയർമാൻ എല്ലാവർക്കും നന്ദി കൂടി പറഞ്ഞാണ് പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രത്യേകിച്ച് ഈ വർഷത്തെ നികുതി വരവ് 90% കടക്കുന്നു എന്ന ബഹുമതി കൂടി നഗരസഭയ്ക്കുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് ആക്കം കൂട്ടാൻ നികുതിദായകർ നൽകിയ ഈ സഹകരണത്തിന് പ്രത്യേകം നന്ദി പറഞ്ഞു. നേരത്തെ യശശരീരനായ MT വാസുദേവൻ നായർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പ്രസംഗം ആരംഭിച്ചത്. ബജറ്റ് അവതരണ വേളയിൽ വിവിധ കക്ഷി നേതാക്കളും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്തു. AK സൈതാലിക്കുട്ടി, PKK തങ്ങൾ, ഷാജി, ഗോവിന്ദൻകുട്ടി, മനാഫ് പൂന്തല, രവി പള്ളിയേരി, യാസർ പയ്യോളി, A ഗോപാലകൃഷ്ണൻ, മുനിസിപ്പൽ സെക്രട്ടറി സിനി TN, മുനിസിപ്പൽ എഞ്ചിനീയർ ധന്യ TV, റവന്യൂ ഓഫീസർ അരുൺ കുമാർ എന്നിവർ പങ്കെടുത്തു. ജാൻ മീഡിയ ന്യൂസ്, തിരൂർ.